നമസ്കാരം. ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അവിടെ ഉയരുന്ന ചോദ്യം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവായ മുസ്തഫ ഖമേനി എവിടെയാണ് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ്. അതല്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അടിയന്തരമായി കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അതാണ് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഭാവിക്ക് നല്ലത് എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലാകട്ടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്തഫ ഖമേനി ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം തങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം എന്നാണ് ഇസ്രായേലി വൃത്തങ്ങൾ, അതായത് ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്തഫ ഖമേനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇസ്രായേലിന് വളരെ കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലും അമേരിക്കൻ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫ ഖമേനിയെ അതീവ രഹസ്യമായി റഷ്യയിലെത്തിച്ചു എന്നാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇറാൻ സൈന്യം അദ്ദേഹത്തെ ചികിത്സയ്ക്കായി മോസ്കോയിൽ എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മോസ്കോയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതീവ രഹസ്യമായി അദ്ദേഹത്തെ ചികിത്സിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഈ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി മുസ്തഫ അഗരാച്ചി ഒരു കാര്യം വെളിപ്പെടുത്തിയത്. തങ്ങളുടെ പരമോന്നത നേതാവ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു, അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്ന കാര്യം സത്യമാണ്, പക്ഷേ അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് അഗരാച്ചി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ യുദ്ധം ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുമ്പോഴും ഇതിന് എന്നാണ് ഒരു അന്ത്യം കുറിക്കുക എന്നുള്ള ചോദ്യമാണ് നാല് ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതിനിടയിലാണ് മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നത്. മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഒരു കാരണവശാലും തന്നെ പിൻഗാമിയാക്കരുത് എന്ന് അയത്തുള്ള അലി ഖമേനി സ്വന്തം വിൽപ്പത്രത്തിൽ പോലും എഴുതി വച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഇറാനിലെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡ് കോർപ്സ് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും റഷ്യയിലാണ് ഇപ്പോൾ മുസ്തഫ ഖമേനി ഉള്ളത് എങ്കിൽ അദ്ദേഹം സുരക്ഷിതനാണ്. കാരണം ഒരു കാരണവശാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവിടെ എത്തി അദ്ദേഹത്തെ വധിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെയല്ല, ഇയാൾ ഇറാനിൽ തന്നെയാണ് ഉള്ളത് എങ്കിൽ അടിയന്തരമായി വധിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. പക്ഷേ ഇവരാരും തന്നെ ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ ഇപ്പോഴും പുറത്തു വിടുന്നില്ല. മുസ്തഫ ഖമേനിയെ പിൻഗാമിയെ പ്രഖ്യാപിച്ചിട്ടും അദ്ദേഹം പുറത്തു വരാത്തത് എന്താണെന്നുള്ള ചോദ്യം നിരന്തരമായി പലരും ചോദിച്ചിരുന്നു. പിന്നീടാണ് മുസ്തഫ ഖമേനിക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിവരം മനസ്സിലായി. അദ്ദേഹം കോമ സ്റ്റേജിലാണെന്നും തന്നെ പിൻഗാമിയാക്കിയ കാര്യങ്ങൾ പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ആ കൂട്ടത്തിൽ മുസ്തഫയ്ക്കും ഗുരുതരമായി പരിക്കേറ്റുവെന്നും അദ്ദേഹത്തിൻ്റെ കാലുകൾ തകർന്നുവെന്നും വയറിനും കരളിനുമൊക്കെ തന്നെ ഗുരുതരമായ രീതിയിൽ പരിക്കുണ്ടെന്നുമൊക്കെയാണ് പിന്നീട് വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും മുസ്തഫ ഖമേനിയുടേതെന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇടയ്ക്ക് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനിൽ ഒരു അവതാരകൻ വായിച്ചിരുന്നു. ഈ പ്രസ്താവന കണ്ട ജനങ്ങൾ പറയുന്നത് അതിൽ മുഴുവൻ അക്ഷരത്തെറ്റാണ് എന്നാണ്. വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള മുസ്തഫ ഖമേനി ഒരിക്കലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എഴുതി വിടുകയില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ മുസ്തഫ ഖമേനി വളരെ അവശനിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ മുസ്തഫ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇറാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സൈന്യം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയില്ലായിരുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സൈനികപരമായ കാര്യങ്ങളിൽ തങ്ങളുടെ ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിലൊക്കെ തന്നെ സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്ന പതിവുണ്ട്. ഹമാസിൻ്റെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ്, 2 മാസത്തിന് ശേഷമാണ് ഇയാൾ വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. ഇതിൽ ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻവാർ കൊല്ലപ്പെട്ടിട്ടും അതിന് മൃതദേഹം ലഭിച്ചിട്ടും അതിൻ്റെ ഫോട്ടോ ലഭിച്ചിട്ട് പോലും DNA പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ ഇയാൾ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചത്. ഹമാസ് തീവ്രവാദ സംഘടനയാകട്ടെ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അവർ മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഏതായാലും മുസ്തഫ ഖമേനി കൊല്ലപ്പെട്ടിട്ടില്ല എന്നിപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന്. ഇത് പറയുമ്പോഴും മുസ്തഫയെ തങ്ങൾ ഉടനെ വധിക്കും എന്നുള്ള കാര്യം ഇസ്രായേൽ പറയുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുസ്തഫ ഒരുപക്ഷെ ഈ രാജ്യത്ത് ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യയിൽ ചികിത്സ കഴിയുക തന്നെയായിരിക്കാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേക താല്പര്യമെടുത്ത് അതീവ രഹസ്യമായി വിമാനത്തിൽ അദ്ദേഹത്തെ റഷ്യയിലേക്ക് എത്തിച്ചു എന്നുള്ള വാർത്ത ഒരുപക്ഷെ നമ്മൾ നാളെ സ്ഥിരീകരിക്കേണ്ടി വരും എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇറാൻ ഇപ്പോൾ ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സൈന്യമാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റിന് അവിടെ പ്രത്യേകിച്ച് യാതൊരു അധികാരവുമില്ല. കൂടാതെ ഈ മുസ്തഫ ഖമേനി ഇത്രയും അവശനായ നിലയിൽ, അതായത് കോമ സ്റ്റേജിലാണ് കഴിയുന്നതെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ബോധമോ അറിവോ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിയായിരിക്കും ഉണ്ടായിരിക്കുക.
എങ്കിലും ഇപ്പോഴും യുദ്ധം തുടരുക തന്നെയാണ്. യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ചർച്ച നടത്താൻ പോലും ഇറാനിൽ ഇപ്പോൾ ആരാണ് ഉള്ളത് എന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്താണെങ്കിലും അമേരിക്ക മുസ്തഫ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇസ്രായേൽ അദ്ദേഹം എവിടെയുണ്ടെന്ന് തങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോഴുമൊക്കെ അവിടെ നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട്. എങ്കിൽ പോലും മുസ്തഫ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരുമെന്നാണ് ഈ സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നത്.